ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം അല്ലെ വന്നങ്ങ് പറയുവാന്നങ്ങ് പറയും. ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം അല്ലെ വന്നങ്ങ് പറയുവാന്നങ്ങ് പറയും. ഒന്നും ഞാൻ പറയത്തില്ല. പോട്ടങ്ങ് നിങ്ങൾ വിചാരിക്കും ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ കണ്ണീര് കൊണ്ട് തോർത്ത് കഴുകുവാന്നല്ല, ഞാൻ കരയുവാ. ഞാൻ സത്യമായിട്ട് ഞാൻ കരയുവാന്ന്. സങ്കടം കൊണ്ട്, വേദന കൊണ്ട് കരയുക. അത് കണ്ണി കൈ കൊണ്ട എനിക്കിത് വേണം. ഓ എന്ന് വെച്ചാ വന്നിരിക്കുന്നത് മൻസൂർ അലിഖാൻ. അയ്യോ, കാണിക്കാൻ വന്നതല്ല, നിന്റെ ഈ ഷോ കണ്ടോണ്ട് നിന്നതാ ഇവിടെ. എന്ത് പാടി ഇത്? നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഈ മുഖം കറപ്പിച്ചോണ്ട് ഇരിക്കാനുള്ള പരിപാടി. എന്ത് പാടി? അപ്പൊ ഇന്നലത്തെയോ? ഇന്നലെ വൈകുന്നേരം മുതലോ? എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് വല്ലോണ്ട് വാതർന്ന് പറയേണ്ടത് എന്തോ കാര്യമെന്ന് പറ. ഇങ്ങനെ കാണിച്ച കാര്യം നടക്കൂടി. എടി, പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ കാരണം പറ. നീ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറ. എടി, കൈകെട്ടി നിൽക്കാത്ത കാര്യം പറയാൻ പറഞ്ഞത്. എടി, എന്തോ അത് കാര്യം പറയാനെ കൊണ്ട്. എന്റെ നിയമം ഇവിടെ കവിളിനകത്ത് ഹൈഡ്രൈനായിരുന്നു. ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയേനും അങ്ങ്. എന്ത് പാടി നിന്റെ വിഷമം പറയാനെ കൊണ്ട്? ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നതായിരുന്നു എന്റെ വിഷമം. അല്ല പിന്നെന്തു വന്ന്? ഇത്ര നേരം എന്നോട് ചോദിച്ചില്ലയോ? ആ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ തലേ ഊരി പിടിച്ച് വിടല്ലേ പൊന്നെ. കാര്യം പറഞ്ഞു. എന്തിന് ഇങ്ങോട്ട് വന്നിരുന്നേ? എന്ത് വന്ന് കാര്യം പറ. ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ലയോ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ രാജിയോട് പറഞ്ഞു, രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ, അഥവാ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് നിന്നേക്കണേ. ഞാനാന്ന് അവരങ്ങ് എഡിറ്റ് കയറ്റാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നെണ്ണ. അത് കഴിഞ്ഞായിരുന്നു അവരുടെ ചായയും കടിയൊക്കെ വന്നത്. ചായയും കടിയും കിട്ടിയില്ല, അതിന്റെ വിഷമോ? അതല്ല, പിന്നെന്തു പാടി? ഞാനിങ്ങനെ വന്നല്ലോ. അന്നേരം ജലജ ഉണ്ടല്ലോ, രാജിയോട് പറയുവാന്നേ ഞാന് മിനി വഴക്കാളിയാന്ന്. എന്ത് വന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞത്? ഞാൻ വഴക്കാളിയാന്നോ? നീ ഇത്രേ ഉള്ളോ? നീ ഇത് ചുമ്മാ പറയുന്നതല്ലേടി? അത് ആണ്ടോടാ എടി, അത് ചുമ്മാ പറയുന്ന. നീ എന്തിനാണ് കാര്യം വെക്കുന്നത്? ആണോ ചോദിക്കണം? ഞാനോ? ആരോട് ചോദിക്കാൻ? ഞാൻ പോയി ചോദിക്കാനോ? എന്നിട്ട് വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു കിടക്കാൻ. ഞാൻ പോയി ചോദിക്കത്തില്ല. എനിക്ക് വയ്യ, ഞാൻ പോയി ചോദിക്കത്തില്ല. പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനെ കൊണ്ട്. വഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്ക് അങ്ങ് തളരുവാന്ന്. ഇങ്ങോട്ട് നോക്കിയേ. നീ വഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ അത്? വീട് ഒരു ക്ഷീണമൊക്കെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തല്ലേ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞുള്ളൂ. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ? അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ? ആ പൊൻകുട വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത് അല്ല മോളെ, നീ അതുപോലെ എനിക്ക് വയ്യ. അവിടെ ഞാൻ എനിക്ക് സഹിക്കാനുള്ള ശക്തി ഇല്ല എനിക്ക്. അതൊക്കെ വിടം. നീ എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്താ ചെയ്യണം പറ. ഞാൻ എന്താ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ മിണ്ടത് അനങ്ങാതോടെ തിരിക്കാമോ? അപ്പൊ ഞാൻ കുഴിമടിച്ച് അയ്യോ, അണ്ണന് പണിസ്ഥലത്ത് പോയി പറയണം അണ്ണന്റെ ഭാര്യ കുഴിമടിച്ച് അണ്ണൻ ഒന്നും ചെയ്തു തരത്തില്ലെന്നല്ലയോ? നേരം വെളുത്ത് അതെന്റെ ഫോണാ. രാജി എന്റെ ഫോണിഞ്ഞെടുത്ത്. ഞങ്ങൾ ഇവിടെ എന്തോ തമാശയും പറഞ്ഞോണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുവായിരുന്നേ. എന്താ
അയ്യോ അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണയെ കൊണ്ടുപോയി കൊടുത്തില്ല. അവർ കാര്യം ചെയ്യാം, അണ്ണ റോഡിലോട്ട് പോകാനിരിക്കുക, ഞാൻ അണ്ണൻ്റെ കൊടുത്തുവിടാം ബാങ്കിലോട്ട്. ആ ശരി 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 അണ്ണാ. ആണ്ടേ എന്റെ ഒരു ബോൾ ഇപ്പൊ വീണു ഇപ്പൊ കളഞ്ഞു. അതല്ലെന്ന് ബാങ്കിൽ കൊടുക്കാവുള്ള ഒരു പേപ്പർ, കുടുംബശ്രീ 50,000 രൂപ കിട്ടുന്നില്ലയോ, അതിന്റെ പേപ്പർ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാവോ? ഞാൻ കൊണ്ട് കൊടുത്തോ? ഞാനല്ലേ സെക്രട്ടറി ഒപ്പിട്ട് കൊണ്ട് വെച്ചേക്കുന്നത്, എടുത്ത തരട്ടെ. കൊടുക്കണേ, നിങ്ങളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല, അത് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. അത് ഇതുപോലൊരു പിഞ്ച് സ്വഭാവമാ ഇവളുമാരെല്ലാം കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ കേട്ടിട്ടുണ്ട്. അണ്ണാവോ എന്തുവാടി അണ്ണ ഈ പാസ ഒന്ന് തുറന്ന, നിങ്ങൾ ഇന്നലെ വൈകിട്ട് കുഞ്ഞിന്റെ സ്കോളർഷിപ്പിന്റെ എന്താണ്ട് എടുത്തില്ലായിരുന്നോ? എടി അതിന്റെ തലക്കെ പിടിച്ച ആ അടപ്പ് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് തുറന്നാ മതി. എന്തോ ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തോ എടുക്കാൻ പോയത്. അയ്യോ ഇതെല്ലാം കൂടി ഫോമിനകത്ത് കമന്നെങ്കിലേ ആണ്ടേ കുഴപ്പമില്ല. നീയേ അതാ ഫോമിന്റെ മണ്ട വടിച്ച് കളഞ്ഞിട്ടേ കാറ്റത്തെങ്ങാണം വെച്ച് ഉണക്ക്, അത് ഉണങ്ങുമ്പോ കാണത്തില്ല, കുഴപ്പമില്ല. ഓ ചെയ്യാനാന്ന് പറ. 3 ബോളൂടെ കിട്ടിയാൽ 10,000 ആവും. 4ാമത്തെ ബോൾ ഇവിടെ കിടക്കുന്നു. 4ാമത്തെ ബോൾ ഇവിടെ കിടക്കുന്നു. 4ാമത്തെ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ പോകും ഞാൻ. ഇത് കഴിഞ്ഞ ഉടനെ പോവാം. കളിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വഴക്കളി ഇല്ല. എന്റെ പൊന്നുമ്പോളോ ഞാൻ പോകാം, കൊണ്ട് കൊടുത്തടാ. എടാ സുരേഷ് എടാ നീ ഇങ്ങോട്ട് വരാം, ഞാൻ എനിക്ക് ബാങ്കിലൊന്ന് പോകാനാ. സഹകരണ ബാങ്ക് എന്തൊക്കെ പറഞ്ഞാലുവേ ഇച്ചിരി നമ്മളിച്ചിരി ഒന്ന് താന്നു കൊടുത്താൽ മതി, കുഴപ്പമില്ല. സുപ്രിയൻ ഒരു പ്രിയം ഇല്ലാത്തവനാ നാട്ടുകാർക്ക് സുപ്രിയൻ. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ലോ നീ? ഇല്ല ഞാൻ ഇവിടില്ലായിരുന്നു, ഞാൻ ബാംഗ്ലൂരിലല്ലായിരുന്നു. ബാംഗ്ലൂരിലോ? ബാംഗ്ലൂരിലായിരുന്നു. അവിടെ എന്തായിരുന്നു പരിപാടി? ഞങ്ങളുടെ അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു. അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയത് സംഭവമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്ത്? അമ്മാവന്റെ മോളെ വിളിക്കാൻ നീ പോകും, ഇവിടെ കൊണ്ടുവരും, തിരിച്ചു വിടാൻ ഇവിടുന്ന് കൂടെ അവിടെ കൂടെ അങ്ങോട്ട് പോകും. എന്തിനാടാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? കഴുത്തലൊരു താലി കെട്ടി വീട്ടിൽ കൊണ്ട് നിർത്തരുതോ? കെട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ കൊണ്ടുപോകത്തില്ലടാ. ഇതാകുമ്പോ അങ്ങോട്ട് കൊണ്ടുവിടാം, തിരിച്ചു വരാം, അങ്ങോട്ട് കൊണ്ടുവിടാം, തിരിച്ചു വരാം. ബാംഗ്ലൂരിൽ പോയി കറങ്ങാമല്ലോ. ശരിയാ. എന്നാ ഇച്ചിരി വെള്ളം താടാ. വെള്ളമോ? വെള്ളം. പിന്നെ വെള്ളം നിന്റെ വീട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വെള്ളം കുടിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. എന്തുവാ? ഒരുമാതിരി മൂക്കിനകത്ത് പൂട കളിച്ചിരിക്കുന്ന പോലെ കടക്കാത്ത മൊത്തം കാട് കളിച്ചിരിക്കുക. നീ വരണേ ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ. നിന്റെ മൂക്കോ? അതല്ലേ കിണന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ. വേണ്ട, ആ വകുപ്പൊന്നും ഇല്ല. നീ പണിക്ക് വന്നാലേ നീ പൈസ തരത്തില്ല, എനിക്കറിയാം. ഇനി എന്ത് ചെയ്യടാ? മീനെ അകത്തുണ്ട്. പോയില്ലയോ? എടി ഞാൻ സുരേഷിന്റെ ഓട്ടോ വിളിച്ച് അവൻ വരും, അവനെ നോക്കിക്കോ. എന്താ നീ പനിയാന്ന്? എന്ത്? അല്ല മുഖമൊക്കെ വീർത്തിരിക്കുന്നു. ഓ നമുക്ക് പനിയൊന്നുമല്ല, പണിയാന്നേ. നീ അടുക്കള സഹായിക്കടാ, ഞങ്ങളുടെ അമ്മയെ ഞാൻ സഹായിക്കുന്ന പോലെ തിന്ന്. എടാ 2 പേർക്കും അത് കൊള്ളാം. എടാ 2 പേർക്ക് ചെയ്യാനുള്ള പണിയൊന്നും ഇല്ല. നാഴിയാരി ഇടണം, എന്തോ ചമ്മന്തി ഉണ്ടാക്കണം, ഞങ്ങൾ 2 പേരിലുള്ള. ഓ വീട്ടിലെ പണി നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങ് പറഞ്ഞങ്ങ് വെച്ചേക്കൂല്ലേ, അത് നമ്മളങ്ങ് ചെയ്തോളൂ. ഇതല്ല പിന്നെ നാട്ടുകാരുടെ ഓരോ പണി. എന്താ മനസ്സിലായില്ല? ജലജയില്ലേ? ജലജ എന്ന് പറയുമ്പോ ആരാത്? അയ്യോ ഈ അണ്ണ ഈ നാട്ടുകാരനല്ലാത്ത പോലെ ചില സമയത്ത് ഈ അണ്ണന്. ജലജ ആരാ ജലജ? സുദർശനന്റെ ഭാര്യ. ഓ കൃതാവിന്റെ ഇടയ്ക്ക് ചെവി കയറ്റി വെച്ചോക്കണ്ടേ? അവന്റെ ജലജാണോ? ജലജ ഉണ്ടല്ലോ, ഷാജിയില്ല സോമന്റെ ഭാര്യ. അവളോട് പറയുവാന്നേ ഞാൻ വഴക്കാളിയാ. മനസ്സിലായില്ല, ഒന്നും പറയാമോ? എന്തോ മനസ്സിലാവാത്ത? അല്ല ഞാൻ 4 ദിവസം ഈ ബാംഗ്ലൂരിലായിരുന്നല്ലോ, ചെവിക്കകത്ത് കന്നഡയാ. കന്നഡ കൊത്തണോ? അല്ല കന്നഡ കൊത്തട്ടോ, മലയാളത്തിൽ പറഞ്ഞ എനിക്ക് മനസ്സിലായി, അങ്ങോട്ട് കത്തിയില്ല. കത്തും നിനക്ക് പരിപാടി ഉണ്ടാക്കുന്നു. ജലജയില്ല ജലജ. പോയി ചോദിക്കടാ. എന്തിന്? കൊച്ചിനെ അങ്ങനെ പറഞ്ഞത് നിനക്ക് തലയ്ക്ക് ഓളമല്ലോ ഉണ്ടോടാ? എന്താടാ? എടാ അവളുമാര് പണിസ്ഥലത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുണ്ടായ്മയും പറയുന്ന കൂട്ടത്തിൽ ഈ ചുമ്മാതെ പറഞ്ഞതാ. എന്നെ എത്ര നാളായി കാണാൻ തുടങ്ങിട്ട്? 12 വർഷം കൊണ്ട് നിന്നെ കാണാൻ തുടങ്ങി ഈ കൊച്ചിനെ. ഒന്നിനെ പോട്ടെ, നീ ഞാനും ഈ കൊച്ചിനെ പെണ്ണ് കാണാൻ പോയത്. അതുകൊണ്ട് ഇവൻ പറഞ്ഞു ഈ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല കൊച്ചാന്ന് ഞാനിവിടെ കെട്ടിച്ചത്. എന്തോ കുഴപ്പം, ഈ കൊച്ചു വരക്കാളിയെന്ന് പറഞ്ഞോടാ. ഡെങ്കിക്കൊതു അത് മിണ്ടായിരുന്നു. എന്താ ചോദിക്കാനൊക്കെ? നീ പെണ്ണുങ്ങൾ അവരോട് പോയി ചോദിച്ചു. എടാ ഞാൻ ഇന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാലേ നാളെ ഇവളുമാര് പണിസ്ഥലത്ത് ചെല്ലുമ്പോ തോളെ കൈട്ടുണ്ട് നിൽക്കുന്ന കാണാം. സ്വന്തം ഭാര്യയാന്ന് ഓർത്തണം വരക്കാളിന്ന് വിളിച്ചത്. എടാ നിനക്കെന്ത് വേടാ? വേണ്ട 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 നോക്കാൻ പറ്റത്തില്ല. നീ പോയി ചോദിക്കും.
നീ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ നിനക്കെന്തോടാ അതൊക്കെ നിസ്സാര കാര്യത്തിന് ഞാൻ ആണുങ്ങൾ കയറുന്നു നാണക്കടാ. കെട്ടിയാണോ പോയി ചോദിക്കടാ അങ്ങോട്ട്. സുപ്രിയോ എന്താടാ മടങ്ങിടാ പോടാ. എന്താടാ വെള്ളം വേണം എടുത്ത് കുടിച്ചിട്ട് പോടാ വീട്ടിൽ കാണാം. പോയി ചോദിക്കണം അങ്ങോട്ട്. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ് നീ പോയി ചോദിക്കടാ. എന്റെ കെട്ടികളാണ് ഇത് പോയി ചോദിക്കാനൊക്കെ. അതിന്റെ കട്ടിയോളൂ നിന്റെ പെങ്ങളില്ലേ പോയി ചോദിച്ചു. എന്റെ പെങ്ങളാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇന്ന് അവള് കാര്യം ചോദിക്കും. എന്റെ പെങ്ങളാടാ അവളായാലും ചോദിക്കും. അങ്ങോട്ട് പോയി ചോദിക്കും. ചുമ്മാ ഇവിടെ ചിലക്കാതെ പോടാ. 6 നഖം 12 നഖത്തിന്റെ പോയി ചോദിക്കണം. ഞാനങ്ങ് ക്ഷമിച്ചു. എന്തിനാ വൃത്തിയായിട്ട് കാണാൻ രസമുണ്ടെങ്കിൽ പോലും വേണ്ടുമില്ല. രണ്ടും കൂടെ നിന്നോണ്ട് എന്റെ പൊന്നച്ചോ ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇവനാണ് നമ്മുടെ കുടുംബകാര്യത്തിലാണ് ഇവനാണ് പെണ്ണ് കാണാൻ എന്റെ കൂടെ വന്നത് എന്നും പറഞ്ഞ ഇവൻ തുള്ളുന്ന താളത്തിന് ഞാൻ തുള്ളോടി നടക്കത്തില്ല. ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചില്ലേ ഞാന്. എനിക്കല്ലേലും 6 ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്റെ വേണ്ടാന്ന് വെച്ച കാര്യം നീ ഇവൻ വന്നപ്പോ പിന്നെ എടുത്തിട്ട് എന്തിനടി? ഞാൻ എന്റെ തെറ്റങ്ങ് എന്നെ ക്ഷമിച്ചു തരങ്ങ്. പിന്നല്ലാതെ പോന്നില്ല അണ്ണ. എന്തുവാ വണ്ടി വരട്ടെ അണ്ണ ഒന്ന് കൊണ്ടുപോകണം. അണ്ണന്റെ ബൈക്കിലൊന്നും കൊണ്ടു ഇങ്ങനെ അവനെ ഇനി എന്നെ കയറ്റു. എന്റെ മാതും വാങ്ങിച്ചിരിക്കുന്നു എന്നെ ബൈക്കേ കയറ്റു. ബാങ്കിലോട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് വേണം. എന്തൊരു ബാങ്കി പോന്നെ? കുടുംബശ്രീ 50,000 രൂപ ലോണിന്റെ ആ ഫോം ഇവിടെ ഫില്ല് ചെയ്ത് വെച്ച് അതൊന്നും ഒന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്നില്ല നിനക്കെന്താ ലോൺ കിട്ടുമ്പോ 500 രൂപ ഞങ്ങൾ എടുക്കും. എടുത്തോ. ഫോം വലിയ നേരത്തെ അങ്ങോട്ട് കൊണ്ട് തന്നത് എന്റെ തന്നില്ല. അതെങ്ങനെ നിങ്ങൾക്ക് ബോധമുണ്ടോ? പിന്നെ രാവിലെ ആവുമ്പഴത്തേക്ക് അങ്ങ് തോണ്ടക്കം ഞാൻ തോണ്ടിയാൽ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഫോം എടുത്തിട്ട് പാടാഞ്ഞില്ല ഇതിന്റെ തന്നെങ്കിൽ. എടാ ഫോം ഇവൾ എന്റെ തന്നില്ല. ഇവളകത്ത് പശ തേക്കുന്ന എന്നോട് പറഞ്ഞു. ഇവൾ എന്നിട്ട് അവിടെ കണ്ട് കൊണ്ടുവച്ച എന്റെ തന്നില്ല. മലയാളത്തിലല്ലേ പറയുന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു 500 രൂപ കണ്ടില്ലെന്നും പറഞ്ഞ് ബഹളം നോക്കിയപ്പോ ഇവിടെ മുടിയിലിരിക്കും സ്ലൈഡിൽ മാറി എടുത്തു വെച്ചേക്കോ. നിങ്ങൾ ഇവിടെ നിന്നോണ്ട് ബോൾ കളിച്ച സമയത്ത് ഞാൻ ഇവിടെ 50,000 ആ ഫോം ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ. നിങ്ങളുടെ അമ്മ 500 രൂപ എനിക്ക് തരാനുണ്ട്. അത് ആദ്യം പോയി മേടിച്ചോളിച്ചാ. ഇവിടെ ഇല്ലെന്ന് ശരിയാ. എനിക്ക് രാവിലെ ഇച്ചിരി കേൾക്കാത്ത എന്റെ ദൈവമേ അവള് പറഞ്ഞ വാക്കിൽ എനിക്ക് ഇച്ചിരി വിഷമം വന്നു പോയി. പക്ഷെ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്നും ഞാൻ എന്തുവാ പറയുന്നതെന്നും ഉള്ള വ്യക്തമായ ബോധം എനിക്കുണ്ട്. അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. മുഖത്തിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് കൊടുത്തോ? നിങ്ങൾ അന്നേരം ഉണ്ടായിരുന്നോ ഇവിടെ? നിങ്ങൾ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ മൂട്ടി കയറ്റി വെച്ചോട്ട് പോയെന്ന് പറയാനോട്ടോ. കണ്ടാലെ പിടിക്കാൻ സ്വഭാവം എനിക്കില്ല കേട്ടോ. എന്നെ അങ്ങനെ അമ്മേന്റെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഭയങ്കര വിശേഷമായിരുന്നു. ഞങ്ങൾ ഗോതമ്പുണ്ടാക്കണോ ഇതിടയ്ക്ക്? പെട്ടെന്ന് ഉടുപ്പ് കൊണ്ടുവിടാ. എന്തുവാണ് നീ ഇതിങ്ങനെ മിനി കൊടുത്തോ? ഇവിടെ കൊണ്ടുവച്ചോ? ഇങ്ങൾക്ക് ചായ വേണോന്ന് പറഞ്ഞു. ഞാൻ ഫോമും കൊണ്ടുവന്ന് ഇച്ചിരി പശ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് വീണ് പോയി. നമ്മൾ മനുഷ്യരില്ല, നമുക്ക് തെറ്റ് പറ്റത്തില്ല. ഇവിടെ കൊണ്ടുവച്ചായിരുന്നു. പിന്നെ കൊണ്ടുവച്ച നിങ്ങൾ നിനക്ക് 50,000 രൂപ അടിച്ചു വരാനുള്ള പരിപാടിക്കല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുമോടാ? അയച്ചടാ മുണ്ടടിടാ. ഒന്നാമത് ആ രാജിനോട് പറഞ്ഞെന്തോന്നറിയാം? ഞാൻ വഴക്കാളിയാന്ന്. ഞാൻ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ വഴക്കാളിയാന്ന ഞാൻ ഇങ്ങനെയല്ലേ പറയുന്നത് ഓരോ കാര്യങ്ങൾ. കറണ്ട് കിട്ടിയാ ഇവിടെ വായിക്കാത്തതിന് കൊടുത്തു കൊടുക്കാം. എല്ലാരും പറയുന്നത് ശരിയാ കേട്ടോ. നാളെന്ന് പറഞ്ഞു 15ാമത്തെ വയസ്സ് വരെ എന്റെ കൂടെ കുളത്തിൽ വന്ന് ഉടുതുണിയില്ലാതെ ചാടിയോനാ. അന്ന് തോട്ടായിട്ടാ പോലെ മീൻ ചത്തത്. ഇവനിപ്പോ നാളെ കൊണ്ട് പൊറിച്ചു ദൈവത്തോർത്ത് 50,000 രൂപ കിട്ടുമ്പോ ഒരു ചട്ടി വാങ്ങിച്ചു കൊടുക്കണേ. നിങ്ങൾ അവിടെ ലാഘവം ഇല്ലാതെ ഇവിടെ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തോ ഒരു ഉടായ്പായിട്ട് ഇവിടെ ഇരിക്കുവാന്ന്. ഞാൻ എന്തോ ചെയ്യും? ഞാൻ അവളുമാരുടെ വായി കയറി ഇറങ്ങണ്ടെന്ന് ഞാനില്ലോ. അതിലെല്ലാത്തിനും തൊണ്ടയ്ക്ക് ദുഃഖം എനിക്ക് മാത്രമുള്ള ഞാൻ മിതമായിട്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഞാൻ ആവശ്യമില്ലാതെ ഞാൻ ആരോട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ആവശ്യമില്ലാതെ ഞാൻ ഒറ്റ മനുഷ്യരോട് ഇച്ചു പോകുന്ന ഞാനൊരു വർത്താനം പറയത്തില്ല. അറിയാവോ? ആ സൈറ്റ് എന്നെ പോലെ ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന ഒറ്റ
ഇന്നും തുടങ്ങിയല്ലടാ കല്യാണം കഴിച്ചിട്ട് പിറ്റേന്ന് പോലെ ഞാൻ അനുഭവിക്കുന്നത് ഇത്. മിണ്ടായി, നിങ്ങൾ രണ്ടുപേരും മിണ്ടായി ശാന്തമായിട്ടിരിക്കും. വഴക്കം വല്ല ഉണ്ടാക്കുക എന്ന് രണ്ടുപേരും അവിടെ നിന്ന് ഉണ്ടാക്കിക്കോ. എനിക്ക് വയ്യ വെട്ടും കുത്തും കുട്ടുമ്പോൾ സമാധാനം പറയാൻ വേണ്ടി ഞാൻ ഇത് പോകും. വാശിയടാ. ഞാൻ രാവിലെ അവളോട് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ വാശി ജനതയോട് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ വാശി എന്നെ മനഃപൂർവ്വം കളർ കേസ് വെക്കുന്ന രീതിയിലല്ലേ എന്നെ വടക്കളിയാക്കുന്ന പറഞ്ഞത്? ആകരുത് പെണ്ണുങ്ങളെ, ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ആകരുത്. എന്റെ അമ്മയെ നോക്ക്, എന്റെ അമ്മയെ നോക്ക്. അമ്മ കുമ്പുറുക്കുമ്പോന്ന് ഒരു ശബ്ദം ഉണ്ടാക്കത്തില്ല. അമ്മ പറയും മിണ്ടത്തില്ല. ഞങ്ങളുടെ അച്ഛനും മുന്നിൽ ഒരു വാക്ക് ഞങ്ങളുടെ അമ്മ മിണ്ടത്തില്ല. എന്റെ പൊന്നെണ്ണ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്ക്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ പോവാ. നീ പോടാ. അണ്ണാ കേട്ടോ, അത്ര മൂട്ടോട്ടെന്നെങ്കി. പിന്നെ കണ്ടവന്റെ മൂട് നോക്കായിരിക്കുമല്ലോ ഞാനിവിടെ. അതല്ലെന്ന്, സുബ്രണ്ണനെ ഇതുകൊണ്ട് സുബ്രണ്ണനെ കൊണ്ടുവന്ന് ഫോം ഇങ്ങോട്ട്. എന്തോടാ എന്തോടാ നിനക്ക് എന്തോ ഇവിടെ നോക്കിയാൽ അതുകൊണ്ട് എന്റെ 50,000 രൂപയുടെ ഫോം എടുത്ത് ഒട്ടിച്ചു വെച്ചേക്കുന്നു. എവിടെ എവിടാന്നോ തേട്ടിരിക്കുന്നു. വലിച്ചൂരി എടുക്കണം. ആത്മഹത്യ ചെയ്യാൻ പോയേക്കുന്നു. ഹോസ്പിറ്റലിൽ കയറി കയറി മടുത്തെനിക്ക്. ദേ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇതിന്റെ കാര്യം ഉണ്ടെന്ന് ഡോക്ടറല്ലേ പറഞ്ഞത്? ഇട്ടില്ലെങ്കിൽ കഴുത്ത് താഴോട്ട് പോകും. കഴുത്തല്ല താന്നു പോണ്ടത്, നിങ്ങൾ ഒന്നാകെ താന്നു പോണം. ദേ, യൂട്യൂബിൽ വൈറലാവാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്ലാവിന്റെ മൂട്ടി തൂങ്ങി ചാവാൻ നിൽക്കോ? എടി ഞാൻ തൂങ്ങി താമസം അല്ല. പിന്നെ ഞാനേ തൂങ്ങി ചാവുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് വൈറലാവാൻ ശ്രമിച്ചതല്ലേ. അങ്ങനെ നിക്കണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വെക്കണ്ടേ? ഹെൽപ്പിന് വെച്ചായിരുന്നല്ലോ. ആരെ? അപ്പുറത്തെ ബിജുവിന്റെ പൊക്കമുള്ള നമ്മുടെ മോനെ. എന്നിട്ട് എന്താ ഞാൻ തൂങ്ങാൻ കയറി അങ്ങോട്ട് നിന്നതും ഐസ് വെട്ടി വന്നു പോലും അവൻ ഐസ് മേടിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ണും തള്ളി താഴെ കിടക്കാം. എന്റെ അടുക്ക ചോദിക്കുക, അച്ഛാ 10 രൂപ വരുന്നു, ഞാൻ ഐസ് മേടിച്ചിട്ട് വരട്ടെ. ഈശ്വര ഭഗവാൻ, ഇത്രയും സ്നേഹമില്ലാതെ പോയല്ലോ നമ്മുടെ മോന്. അവന് സ്നേഹമില്ലെന്ന് പറയണ്ട, നിനക്ക് സ്നേഹമുണ്ടോ? എടി എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നടുവും തല്ലി കിടക്കുമ്പോ എന്നെ വന്നല്ലേ പിടിക്കേണ്ടത്. അപ്പൊ മേളിൽ നീ വേണം കുഴ ഓടിച്ചോണ്ട് നീ ആടിന് കൊടുക്കാൻ കൊണ്ടുപോയില്ലേ? അതെ, ആടിന് കൊടുക്കാൻ പോവും. മട്ടൻ 1 കിലോന് 800 രൂപ വില. ഈ പൊട്ടനെ കൊടുത്താ വല്ലതും കിട്ടും. പൊട്ടനല്ല കുട്ടൻ. ആ, രണ്ടും കണക്കന്നെ. എടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ട് നീ ഒന്നും ഒന്ന് നോക്കിയത് പോലില്ലല്ലോ. ആര് പറഞ്ഞു നോക്കിയില്ലാന്ന്? നിങ്ങൾ അവിടെ നിന്ന് ചന്തിയേ എന്ന് വിളിച്ചപ്പോ ഞാൻ വന്ന് നോക്കി. നിങ്ങളുടെ ചന്തിക്ക് ഒരു കുരു ഞാൻ കണ്ടില്ല. എടി ചന്ദ്രിക എന്നാ വിളിച്ചത്. കുരുക്കിന്റെ എഫക്ട് കാരണം കാ പുറത്തേക്ക് വന്നില്ല. ആ, കുരുങ്ങി കിടന്നാ കാ പുറത്തോട്ട് വരില്ല. നമ്മൾ തോട്ടിയിട്ട് വലിക്കണം, അപ്പളേ കാ കിട്ടും. ഈ തമാശ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കുട്ടേട്ടാ. ഓ, സമാധാനായി, ഞാൻ സഹിച്ചാ മതിയല്ലോ. അപ്പൊ എന്നെ ഇതുവരെ സഹിക്കാണല്ലേ? എന്റെ സ്നേഹം എന്താന്ന് കുട്ടേട്ടന് മനസ്സിലായി? അറിയാം, സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ സ്ഥലത്ത് എന്റെ പാദസ്പർശമേറ്റ മണ്ണ് വാരി കവറിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അയ്യോ, അത് അതുകൊണ്ടൊന്നല്ല. ഞാൻ 2 ദിവസം മുമ്പ് അവിടെ ചീരവെത്ത് ഭാവി ഉണ്ടായിരുന്നു. അത് നശിച്ചു പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മണ്ണെടുത്ത് മാറ്റി വെച്ചതല്ലേ കുട്ട. ആഹാ, അപ്പൊ സ്നേഹമില്ലാത്തോളെ നിന്റെ ആൾക്കാരനല്ലോ അയലത്തുകാരും. എടി ഞാൻ ആശുപത്രി കിടന്നപ്പോ അയലത്തുകാരെല്ലാം കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്ന് കേട്ടല്ലോ. പടക്കം പൊട്ടിച്ച? അയ്യോ കുട്ടേട്ട, അത് പടക്കം പൊട്ടിച്ചതല്ല. കുട്ടേട്ട പ്ലാവിന്റെ പോളിന്ന് പൊട്ടി വീണില്ലേ? അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ. അങ്ങനെ ചക്ക വീണപ്പോ ചക്കക്കുരു എല്ലാം കൂടി വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ അയൽവക്കക്കാർക്ക് കൊടുത്ത്. അപ്പൊ അതിന്റെ ആഘോഷമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ചക്കന്ന് ഞാനൊരു ചക്കച്ചുളയോ ഒരു ചക്കക്കുരുവോ ഞാൻ തിന്നിട്ടില്ല. അതിന്റെ ഒരു സമാധാനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ഇറക്കി വിട്ടില്ല. കുട്ടേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അവരൊക്കെ ആഘോഷിച്ചപ്പോഴും ഞാനേ ഉണ്ടായുള്ളൂ കുട്ടേട്ടൻ ആംബുലൻസ് കയറ്റാനും കരയാനും. ആംബുലൻസിൽ കയറുന്ന എഫം വരില്ലെന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവറെ തെരുവിളിച്ച മോളാ നീ. അത് പിന്നെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നിട്ട് ഞാൻ ഇന്നവരെ നിന്നെ ഡൈവേഴ്സ് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങ് പറ. എടി ഞാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ മോളിൽ നിന്ന് വീണയാന്ന് പറയുന്നതിന് പറയാം ഞാൻ വിഷം കൂടെ കഴിച്ചിട്ടുണ്ടെന്ന് എന്തിനാ പറഞ്ഞേ? അത് ഞാൻ വയറ് ഇതുവരെ കഴുകുന്നത് കണ്ടിട്ടില്ല കുട്ടേട്ടാ. ഇതാകുമ്പോ ഫ്രീ ആയിട്ട് വയറ് കഴുകുന്നത് കാണാലോ. ഹാർട്ട് ഓപ്പറേഷൻ കണ്ടിട്ടില്ല എന്ന് പറയായിരുന്നു, ഭാഗ്യമായി. എന്നാലും എന്റെ അത്തച്ചിട്ടി. അപ്പച്ചട്ടിയോ? അപ്പച്ചട്ടിയല്ല, എന്റെ അത്തച്ചിട്ടി പിടിച്ച 12,500 രൂപയാണ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എണ്ണി കൊടുത്ത്. ഇനി അങ്ങനെ എണ്ണി വിഷമിക്കേണ്ടി വരില്ല. അപ്പൊ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചാ? അല്ല, നിനക്ക് ഗൂഗിൾ പേ എടുത്തു തരാം. നിന്നെ കൊല്ലാൻ പറഞ്ഞിട്ട് നീ എന്നെയാണല്ലോ കൊല്ലുന്ന. ഇപ്പം നിങ്ങൾ 12 കായലിൽ പോയിട്ട് എന്തോ എടുക്കുമായിരുന്നു? എന്നാ ഡേറ്റ് അടി? ഡേറ്റ് അല്ല, 12 മണിക്ക് നിങ്ങൾ കായലിൽ ചാടിയിട്ട് എന്ത് സംഭവിച്ചു? ഓളം ഉണ്ടായി. ഓളം അത് കായലിനല്ല, നിങ്ങളുടെ തലയ്ക്ക്. നിങ്ങൾ യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടിട്ട് പോയിരുന്നോ? കായലിൽ ചാടിയോ? എന്നിട്ട് എന്തോ ഉണ്ടായി? അപ്പോഴും സഹായിക്കാൻ മോനെ അവിടെ നിർത്തിയിരുന്നില്ലേ? അവൻ ഐസ് മേടിക്കാൻ പോയി കാണും. ആ സമയത്ത് ബോംബെ മുട്ടായി വന്നു. ഞാൻ ചാടിയതും അവൻ ബോംബെ മുട്ടായി മേടിക്കാൻ പോയി. ഞാൻ പിന്നെ മുങ്ങി താങ്ങി പൊങ്ങി വന്നപ്പോ അവൻ വന്ന് എന്റെ കയ്യെ പിടിച്ചു. അവൻ എന്റെ മോനാ. എന്നിട്ട് കൈ കടന്ന മോതിരം ഊരിക്കൊണ്ട് പോയി.